ഇടക്കാലത്ത് ശക്തമായി ഉയർന്നിരുന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷം ലോകത്തെ വലിയ ആശങ്കയിലാഴ്ത്തുകയാണ്. മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന ഈ സംഘർഷം വ്യാപകമായ യുദ്ധത്തിലേക്ക് മാറുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെ അലട്ടുന്നത്. യുദ്ധഭൂമിയിൽ ചിലയിടങ്ങളിൽ നിലനിൽക്കുന്ന നിശബ്ദത പോലും പുതിയൊരു പൊട്ടിത്തെറിയുടെ മുന്നറിയിപ്പാണെന്നാണ് ഇവിടെയുള്ളവർ ഭയപ്പെടുന്നത്. ഹൂതികൾ ഇറാൻ യുദ്ധത്തിൽ പങ്കുചേരുമോ? യമൻ മുന്നണിയിൽ എന്തുകൊണ്ട് എല്ലാം നിശബ്ദമായിരിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ വെറും കൗതുകമല്ല, മറിച്ച് ആഗോള വ്യാപാരത്തിന്റെ നട്ടെല്ല് തകരുമോ എന്ന ഭീതിയിൽ നിന്നുടലെടുക്കുന്നവയാണ്. ഇറാൻ വർഷങ്ങളായി പോഷിപ്പിച്ച ഹൂതികൾ ആയുധമെടുത്താൽ അതൊരു പ്രാദേശിക യുദ്ധം മാത്രമല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കുന്ന പ്രത്യാഘാതങ്ങളാകും സൃഷ്ടിക്കുക. യമൻ ആസ്ഥാനമായുള്ള ഹൂതി വിമതർ യുദ്ധത്തിൽ സജീവമായാൽ ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബാബൽ മന്ദേബ് കടലിടുക്കിന്റെ ഉപരോധമായിരിക്കും. ഹോർമുസ് കടലിടുക്കിന് പിന്നാലെ ബാബൽ മന്ദേബ് കൂടി അടയ്ക്കപ്പെട്ടാൽ അത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ജലപാതകളെ ഒരേ സമയം ശ്വാസം മുട്ടിക്കുന്നതിന് തുല്യമാകും. ചെങ്കടലിനെ ഏദൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ പാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുന്നത് ആഗോള വിതരണ ശൃംഖലയെ നിശ്ചലമാക്കാൻ പര്യാപ്തമാണ്. നിലവിൽ ഇറാനെതിരായ നേരിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഹൂതികൾ തങ്ങളുടെ വിരലുകൾ ട്രിഗറിലാണെന്ന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഏത് നിമിഷവും പ്രതികരിക്കാൻ സജ്ജമാണെന്ന് പ്രഖ്യാപിച്ച അവർ മേഖലയിലെ ഇറാന്റെ 3 ഘട്ട തന്ത്രത്തിന്റെ നിർണായക ഭാഗമായാണ് വിദഗ്ധരാൽ വിലയിരുത്തപ്പെടുന്നത്. ഹൂതികളും മറ്റ് പ്രതിരോധ ഗ്രൂപ്പുകളും പൂർണ്ണ ജാഗ്രതയിലാണെന്നും ഇറാന്റെ ആഹ്വാനം ലഭിച്ചാൽ ബാബൽ മന്ദേബ് അടച്ചുപൂട്ടുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടക്കുമെന്നും ഇറാന്റെ ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അറേബ്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റത്തുള്ള ഈ ഇടുങ്ങിയ പാത ചെങ്കടൽ വഴി സൂയസ് കനാലിലേക്കുള്ള കവാടമാണ്. ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാരത്തിന്റെ സിംഹഭാഗവും ഈ റൂട്ടിലൂടെയാണ് നടക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഇതിനകം തന്നെ കപ്പലുകൾ തടഞ്ഞുവെന്ന വാർത്തകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ബാബൽ മന്ദേബ് കൂടി തടസ്സപ്പെട്ടാൽ പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമായിരിക്കും. ലബനീസ് ഓസ്ട്രേലിയൻ രാഷ്ട്രീയ നിരീക്ഷകനായ മാരിയോ നൌഫലിന്റെ വിലയിരുത്തൽ പ്രകാരം വരാനിരിക്കുന്ന പോരാട്ടം കൂടുതൽ രൂക്ഷമാകാനും മേഖലയിലാകെ പടർന്നു പിടിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി നോക്കിയാൽ ലോകത്തിലെ സമുദ്രോപരിതല എണ്ണയുടെ 30% ഈ രണ്ട് പാതകളിലൂടെയുമാണ് നീങ്ങുന്നത്. സൂയസ് കനാൽ വഴി നടത്തുന്ന ഏഷ്യ യൂറോപ്പ് വ്യാപാരത്തിന് ഈ പാതയ്ക്ക് ബദലില്ല. സൗദി അറേബ്യ ചെങ്കടലിലൂടെ പുതിയ വിതരണ പാതകൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും ബാബൽ മന്ദേബ് അടയ്ക്കുന്നത് ആ നീക്കങ്ങളെ വിഫലമാക്കും. 1869 സൂയസ് കനാൽ തുറക്കുന്നതിന് മുൻപ് ഗുഡ് ഹോപ്പ് മുനമ്പിലൂടെ ഉണ്ടായിരുന്ന ദൈർഘ്യമേറിയ യാത്രയിലേക്ക് കപ്പലുകൾ തിരിച്ചു പോകേണ്ടി വരും. ഹൂതി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂദിയുടെ ഭീഷണി വെറും വാചകമടിയായി തള്ളിക്കളയാനാവില്ല. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഇസ്രയേലിനെയോ അമേരിക്കയോ പിന്തുണച്ചാൽ ഷിപ്പിംഗ് പാതകളെ ലക്ഷ്യം വെക്കുമെന്നാണ് അവരുടെ പ്രഖ്യാപനം. ജിബൂട്ടി, എറിത്രിയ എന്നിവയ്ക്ക് സമീപമുള്ള ഈ ചെക്ക് പോയിന്റ് ശ്വാസം മുട്ടിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് മുൻകാല ആക്രമണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇറാന്റെ സൈനിക നീക്കങ്ങൾ രണ്ടാമത്തെ തന്ത്രപ്രധാന മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഹൂതികളുടെ ഈ സജ്ജീകരണം. ഭീഷണികൾ യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് തന്നെ അതിന്റെ പ്രത്യാഘാതങ്ങൾ കപ്പൽ ഗതാഗത മേഖലയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രമുഖ ഷിപ്പിംഗ് കമ്പനിയായ മെഴ്സ് ചെങ്കടൽ വഴിയുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചത് ഇതിന്റെ സൂചനയാണ്. സൈനിക സംഘർഷം വർദ്ധിച്ചതോടെ സുരക്ഷ കണക്കിലെടുത്ത് ബാബൽ മന്ദേബ് വഴിയുള്ള ഭാവി യാത്രകൾ റദ്ദാക്കാൻ അവർ നിർബന്ധിതരായി. ഇത് മറ്റ് കമ്പനികളെയും സമാനമായ തീരുമാനത്തിലേക്ക് നയിച്ചേക്കാം. ഹിസ്ബുള്ള, ഹമാസ്, ഇറാഖിലെ മിലിഷ്യകൾ എന്നിവരോടൊപ്പം ഹൂതികളും ചേരുന്നതോടെ ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് പൂർണ്ണമാകും. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് തിന്മയുടെ അച്ചുതണ്ടാണ്. ഹിസ്ബുള്ളയും ഹമാസും വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിൽ തളർന്നിരിക്കുമ്പോഴും ഹൂതികൾ തങ്ങളുടെ ആയുധശേഷി വലിയ പരിക്കേൽക്കാതെ സംരക്ഷിച്ചിരിക്കുന്നു എന്നത് അവർക്ക് കൂടുതൽ കരുത്ത് നൽകുന്നുണ്ട്. കണ്ണുനീരിന്റെ കവാടം എന്ന് വിളിക്കപ്പെടുന്ന ബാബൽ മന്ദേബിന്റെ വീതി വെറും 29 കിലോമീറ്റർ ആണ്. ഈ ഇടുങ്ങിയ പാതയിലൂടെ കടന്നു പോകാൻ കഴിയാതെ വന്നാൽ കപ്പലുകൾ ആഫ്രിക്കയെ വലം വെച്ച് യാത്ര ചെയ്യേണ്ടി വരും. ഇത് യാത്രാ സമയം 10 മുതൽ 15 ദിവസം വരെ വർദ്ധിപ്പിക്കുകയും ചെലവ് കോടിക്കണക്കിന് ഡോളർ ഉയർത്തുകയും ചെയ്യും.
2023 മാത്രം പ്രതിദിനം 8.8 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഈ വഴി കടന്നുപോയത്. ഹൂതികൾ ഉപയോഗിക്കുന്ന കൂട്ട ആക്രമണ രീതികൾ അത്യാധുനിക നാവികസേനകൾക്ക് പോലും വെല്ലുവിളിയാണ്. വില കുറഞ്ഞ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് അവർ നടത്തുന്ന ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഇറാന്റെ രഹസ്യാന്വേഷണ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ ഹൂതികളുടെ പ്രഹരശേഷി വർദ്ധിക്കും. ഇത് ആഗോള വിപണിയിൽ എണ്ണവില $100 മുകളിലേക്ക് കുതിക്കാൻ കാരണമാകും. മറുഭാഗത്ത് ഇസ്രയേലും തങ്ങളുടെ കരുനീക്കങ്ങൾ ശക്തമാക്കുന്നുണ്ട്. സൊമാലിലാൻഡിൽ സൈനിക താവളം സ്ഥാപിക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കം ഹൂതികൾക്കും ഇറാന്റെ സ്വാധീനത്തിനും തടയിടാനാണ്. ബെർബറ തുറമുഖത്തിന് സമീപം ഇസ്രയേൽ സാന്നിധ്യം ഉറപ്പിച്ചാൽ ഏതൻ ഉൾക്കടലിൽ ഹൂതികൾക്കെതിരെ ശക്തമായി പ്രതിരോധം തീർക്കാൻ അവർക്ക് പറ്റും. ഇത് ആഫ്രിക്കൻ കൊമ്പ് മേഖലയിലെ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. ചുരുക്കത്തിൽ ഹോർമുസും ബാബൽ മന്ദേബും ഒരേ സമയം ഉപരോധിക്കപ്പെടുന്നത് ലോകം ഇന്ന് വരെ കാണാത്ത വലിയൊരു സാമ്പത്തിക ചർച്ചയ്ക്ക് വഴിവെച്ചേക്കാം. ഇറാൻ ഇസ്രയേൽ യുദ്ധം 3ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ യമനിലെ ഹൂതികളുടെ ഓരോ ചലനവും ലോകരാജ്യങ്ങൾ ഉത്കണ്ഠയോടെയാണ് നിരീക്ഷിക്കുന്നത്. സമാധാനത്തിന്റെ വാതിലുകൾ അടയുകയും കണ്ണുനീരിന്റെ കവാടം തുറക്കപ്പെടുകയും ചെയ്താൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകമെമ്പാടുമുള്ള സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.